ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു ജോലിയുള്ള ദിവസമാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അത് ഇറക്കി തെർമൽ കുക്കറിൽ വെച്ചു. പിന്നെ ഇന്ന് കറിക്ക് കടലയാണ്. അപ്പോൾ കടല കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ബൺദോശ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. അപ്പോൾ തലേദിവസം തന്നെ പച്ചരിയും നാളികേരം വെള്ളാവിലും കൂടി നന്നായി അരച്ച് വെക്കണം. പിന്നെ ബാക്കിയുള്ള ചേരുവകൾ കാലത്താണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം 1 നുള്ള് സോഡാക്കാരം ചേർക്കാം. ഞാനൊരു നുള്ള് സോഡാക്കാരം ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ പഞ്ചസാരയും ചായയിലൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ചായയൊക്കെ ഞാൻ ആറ്റി വെച്ചു. അപ്പോൾ ദോശയ്ക്ക് കറി വേണമല്ലോ. അപ്പോൾ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയിട്ട് ചട്നിയൊക്കെ ഞാൻ അരച്ചെടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ കാച്ചിയെടുത്തു. അപ്പോൾ അങ്ങനെ ചട്നിയും ചോറും ഒക്കെ ആയി. അതിനുശേഷം കടലയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ കടലക്കറിയും കാച്ചിയെടുത്തു. അപ്പോൾ ഞാൻ കടലക്കറിയുടെ റെസിപ്പി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴണ്ടി വന്നപ്പോൾ അതിൽ ഞാൻ പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കടല ഇട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടല അരച്ച് ചേർക്കാം. ഞാനതൊന്നും ചെയ്തില്ല. പിന്നെ മല്ലിയിലയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മല്ലിയില ഉണ്ടെങ്കിലും കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്കും ദോശമാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാവൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കണം. എന്നിട്ട് തീയൊക്കെ കുറച്ചിട്ടിട്ട് അടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. എന്നാലാണ് എനിക്ക് നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ദോശയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പം നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ജോലിക്ക് പോണേക്കാളും മുമ്പ് 2 ദോശയൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാട്ടാ.